ശ്രീമതി സി എസ് സുജാത, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. 2 കുഞ്ഞുങ്ങളെ കൊല ചെയ്തിരിക്കുകയാണ്. ജനിച്ച ഉടൻ ആദ്യ കൊലപാതകം 2021, 2024 മറ്റൊരു കുഞ്ഞ് ജനിക്കുന്നു, അതിനെയും കൊലപ്പെടുത്തി കുഴിച്ചു മൂടുന്നു. എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ആ കുഞ്ഞുങ്ങളുടെ അസ്ഥിയും എടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയാണ്. എന്നിട്ട് പറയുന്നു, ഇതുപോലെ ഞാനും എൻ്റെ കൂട്ടുകാരിയും ഇങ്ങനെ പ്രസവിച്ച ഉടനെ 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി അസ്ഥി സൂക്ഷിച്ചു വെച്ചിരുന്നു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി നിൽക്കുമ്പോൾ പോലീസുകാർ പോലും അത്ഭുതപ്പെടുകയാണ്, അമ്പരം നിൽക്കുകയാണ്. കാരണം അത്രമാത്രം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മുടെ മുന്നിൽ. വളരെ വളരെ കേട്ടിട്ട് തന്നെ വളരെ ഭയവും സങ്കടവും എല്ലാം തോന്നുന്നു. കാരണം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അതിശക്തമായി നമ്മൾ ഉണർന്നണിയിക്കണമെന്ന് ശ്രീ അശോകൻ ചെരുവിൽ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം എന്ത് പറ്റുന്നു നമുക്ക്? കാരണം ലോകത്തിന് മുമ്പിൽ മാതൃകയായി ഉയർത്തിക്കാട് നമ്മുടെ കൊച്ചു കേരളം ഈ രൂപത്തിലേക്ക് മാറാൻ പാടില്ല. അതായത് അന്ധവിശ്വാസങ്ങളുടെ കൂടാരമായി മാറുന്ന ഓരോ വീടുകളും. കാരണം വീടിനകത്ത് തന്നെ നമ്മൾ പറയില്ലേ, ജനാധിപത്യവൽക്കരണം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന്. ശരിക്കും ഈ പറയുന്ന അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും തെറ്റായ പ്രവണതയ്ക്ക് എല്ലാം എതിരായി ഈ പതുക്കെ വലതുപക്ഷ വൽക്കരണത്തിലേക്ക് പോകുന്നു. അങ്ങനെ കൊണ്ടുപോകാനുള്ള ആസൂത്രമായ ശ്രമവും കേരളത്തിൽ നടക്കുന്നു. അതിനെല്ലാം ഇവിടെ നമ്മൾ ഈ അന്ധവിശ്വാസത്തെയോ ഈ തെറ്റായ നടപടികളെയോ ചോദ്യം ചെയ്യാൻ പോയാൽ അതും മതവുമായും മതവിശ്വാസവുമായും കൂട്ടിക്കലർത്താനാണ് ശ്രമിക്കുന്നത് ഈ നാട്ടിലുള്ള ചില ആളുകൾ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ നാട്ടിലെ മതവിശ്വാസികളുടെ അവരുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുകയല്ലേ എന്ന മറുപടിയാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം തന്നെയാണ്. കാരണം നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ മതത്തിന്റെ പേരിൽ കൂട്ടിക്കെട്ടി എങ്ങനെയെല്ലാം അതിനെ ദുർബലപ്പെടുത്തുമോ ആ രീതിയിലെല്ലാം ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഇനി നമ്മൾ കൈയും കെട്ടി നോക്കി ഇരുന്നാൽ ഇത്തരം ദുരനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ശരിക്കും നമുക്ക് ഉറങ്ങാൻ കഴിയുമോ? 2 കുഞ്ഞു മക്കളോട് എന്തോ ഒരു ക്രൂരതയെ കാണിച്ച് ശരിക്കും അന്ധവിശ്വാസം 2021 ഒരു കുഞ്ഞിനെ അവർ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം 3 വർഷം കഴിഞ്ഞ് അടുത്ത കുട്ടി ജനിക്കുമ്പോൾ അതിനെയും കൊലപ്പെടുത്തുകയാണ്. എന്തൊരു മനസ്സാണ് ഈ മനുഷ്യർക്ക്? അതെ അത് തന്നെയാണ് ഞാൻ. കാരണം ഇത് മനുഷ്യൻ ശരിക്കും വികൃതമായി മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ മനസ്സ് എല്ലാ വൈകൃതങ്ങളുടെയും ഒരു കേന്ദ്രമായി മാറുന്നു. നമുക്കിതിനെതിരെ അതിശക്തമായി തന്നെ മുന്നോട്ട് പോയാൽ മതിയാവൂ. കാരണം ഇത് എങ്ങനെ സംസാരിക്കാൻ തന്നെ കഴിയുന്നില്ല. കാരണം എന്തൊരു മാനസികാവസ്ഥയാണ്. ഈ രൂപത്തിലൊക്കെ മലയാളിക്ക് ചിന്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ളത് തന്നെയല്ലേ. കാരണം നമ്മൾ പറയുമല്ലോ, നമ്മുടെ കേരളം ഒരു പഴയ കാലത്ത് ഇതെല്ലാം നിലനിന്ന കേരളത്തെ നമ്മൾ ഈ രൂപത്തിൽ മാറ്റിയെടുക്കാൻ എന്തെല്ലാം പോരാട്ടങ്ങൾ നടത്തി. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ നിന്നൊക്കെ ഈ വാർത്ത വരുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതിനെതിരായി ഇത്തരം ചർച്ചകൾ സമൂഹത്തിൽ തുടങ്ങി വെക്കുമ്പോൾ അതിനെ പല രൂപത്തിലും ദുർവ്യാഖ്യാനിച്ച് കുഴപ്പം വരുത്താനൊക്കെ ശ്രമിക്കും. പക്ഷെ അതിനൊന്നും ഇനി നമുക്ക് കീഴടങ്ങാൻ സാധ്യമല്ല. വളരെ ശക്തമായി തന്നെ നമുക്കിതിനെല്ലാം എതിരായിട്ടുള്ള ക്യാമ്പയിനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീമതി സുജാത സംസാരിച്ചത്.